मीलमेन तस्मै श्री गुरु चैतन्य मनोभीष्ट स्थापितमेन भूतले स्वरूपकथामह्यं ददाति सुखशान्तिके वन्देह श्रीगुरो श्रीयुतपदकमल श्रीगुरु वैष्णवां च श्रीरूपं साग्रजातसगणनिर्मातानि दन्तं सजीव साधैत सावधूतं परिजनसहितं कृष्ण चैतन्यदेव श्रीराधाकृष्णपादान् सगण दुर्गासी विशाखानिदां च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पदे गोपेश गोपिका कान्ता राधा कान्ता नमस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये पञ्चकल्पतरुभृत्य कृपा सिन्धु एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। ഹരേ ഹരേ കൃഷ്ണ പ്രഭു ഹരേ കൃഷ്ണ. കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രോഹിണി മാതാജി വന്ന് രണ്ടാമത്തെ അധ്യായം തുടങ്ങി. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കിയത് ഉത്തരങ്ങൾ തരാനായിട്ട് തുടങ്ങി. ഋഷിമാരുടെ ചോദ്യങ്ങളായിരുന്നു ഒന്നാമത്തെ ഖണ്ഡത്തിൽ, ഒന്നാമത്തെ അധ്യായത്തിൽ. അതിൻ്റെ ഉത്തരങ്ങൾ പറഞ്ഞു തുടങ്ങുവാണ്. അതിലെ ആദ്യത്തെ ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞ് കണ്ടിരുന്നു. അപ്പോൾ അത് 3 ശ്ലോകം അതിൻ്റെ വിവർത്തനം മാത്രം ഓരോരുത്തരായിട്ട് വായിക്കണം. കൃഷ്ണകുമാരി മാതാജി ആദ്യത്തെ ശ്ലോകം ഒന്ന് വായിച്ചതിൻ്റെ വിവർത്തനം എന്ന് പറയുക. പ്രഭു നാലാമത്തെ ശ്ലോകം അല്ലയോ? നാലോ? ആദ്യത്തേത് വായിച്ച് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് എന്താന്ന് നോക്കിയിട്ട് ആദ്യത്തെ ശ്ലോകം ശ്ലോകം ഒന്ന് തുടങ്ങിയതേ ഉള്ളൂ പ്രഭു രണ്ടാമത്തെ അധ്യായത്തിലെ. രണ്ടാമത്തെ ആദ്യത്തെ ഒന്ന് വായിക്കും പ്രഭു മാതാജി. എനിക്കറിയാം 4, 5, 6 ഇന്ന് എടുക്കേണ്ടത്. അതെനിക്കറിയാം മാതാജി. 1, 2, 3 വായിച്ച് അതെന്തായിരുന്നു പറഞ്ഞിരുന്നെന്ന് നോക്കിയിട്ട് പോകാനായിട്ടായിരുന്നു. വ്യാസ ഉവാച. ഹരേ കൃഷ്ണ. ഇതി സംപ്രേഷണ സംഹൃഷ്ടോ വിപ്രാണരൗമഹർഷണഃ പ്രതിപൂജ വജസ്തേഷാം പ്രബന്ധമുപചക്രമേ. വിവർത്തനം വായിക്കും. വേർഡ് ബൈ വേർഡ് വായിക്കണം പ്രഭു. വേണ്ട, വിവർത്തനം മാത്രം മതി. രോമകർഷണ സൂതനായ ഉഗ്രശ്രവൻ സൂത ഗോസ്വാമി ബ്രാഹ്മണരുടെ ഉത്തമ അന്വേഷണങ്ങളിൽ പൂർണ്ണ തൃപ്തനായിട്ട് അവർക്ക് കൃതജ്ഞത പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം ഉത്തരമേകാൻ ഉദ്യമിച്ചു. ഭാവാർത്ഥം. നൈമിഷാരണ്യത്തിലെ മുനിമാർ സൂത ഗോസ്വാമിയോട് 6 ചോദ്യങ്ങൾ. ഭാവാർത്ഥം വേണ്ട, വിവർത്തനം മാത്രം മതി എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഓക്കെ ഭാവാർത്ഥം 2 വരിയേ ഉള്ളു പ്രഭു. എന്നാ വായിച്ചോ. നൈമിഷാരണ്യത്തിലെ മുനിമാർ സൂത ഗോസ്വാമിയോട് 6 ചോദ്യങ്ങൾ ആരാകിയാൽ അദ്ദേഹം ഒന്നൊന്നായി അവയ്ക്ക് ഉത്തരമേകാൻ ആരംഭിച്ചു. രണ്ടാമത്തേത് രാധാ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. സൂത ഉവാച. യം പ്രവ്രജന്തമനുപേതമവേദകൃത്യം ദൈവായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. വിവർത്തനം വായിക്കാനും. വിവർത്തനം. ശ്രീല സൂത ഗോസ്വാമി അരുളി ചെയ്തു, എവരുടെയും ഹൃദയത്തിൽ പ്രവേശിക്കാൻ കഴിയുന്ന ആ ഋഷിശ്രേഷ്ഠനെ, അതായത് സുഖദേവ ഗോസ്വാമിയെ ഞാൻ സാദരം പ്രണമിക്കുന്നു. ഉന്നത കുലജാതരായവർ അനുഷ്ഠിക്കേണ്ടതായ ഉപനയന കർമ്മങ്ങൾക്കോ അഥവാ മതാചാരപരമായ ഉദ്ധാരണ ചടങ്ങുകൾക്കോ വിധേയനാകാതെ അദ്ദേഹം ഭവനമുപേക്ഷിച്ച് പരിത്യാഗ ജീവിതക്രമം, അതായത് സന്യാസാശ്രമം സ്വീകരിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവായ വ്യാസദേവൻ പുത്രവിരഹത്താൽ ഭീതി പൂണ്ട് ഇപ്രകാരം വിലപിച്ചു. അല്ലയോ എന്റെ പ്രിയ വത്സ, നിശ്ചയമായും അതേ വികാരത്തിൽ നിമഗ്നരായ വൃക്ഷങ്ങൾ മാത്രം ദുഃഖിതനായ പിതാവിന് മറുപടി എന്നോണം പ്രതിധ്വനിച്ചു. ഹരേ കൃഷ്ണ പ്രഭു. അടുത്തത് 3-ാമത്തെ ശ്ലോകം. ഇനി ഭാഗവതം കയ്യിലുള്ളത് ആരാണ്? മാതാജിയുടെ ഉണ്ടോ? അല്ലെങ്കിൽ മാതാജി ഒന്ന് വായിച്ചിട്ട് നിവർത്തനം വായിച്ചു. വായിക്കട്ടെ മാതാജി. പത്മ മാതാജി വായിക്കാനായിട്ട് ശ്ലോകം വായിക്കാം.
ശ്ലോകം വായിക്കാം. വായിക്കൂ. യസ്സാനുഭാവമഖിലശ്രുതിസാരമേക അധ്യാത്മദേവമതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനുമയാമി ഗുരുമുനീനാം. ഹരേ കൃഷ്ണ. കൃഷ്ണ വിവർത്തനം കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഭൗതിക അസ്തിത്വത്തിന്റെ കൊടും തമോ തലങ്ങളെ തരണം ചെയ്യാൻ യത്നിച്ചുകൊണ്ടിരിക്കുന്ന ഭൗതികവാദികൾക്ക് അഹർദുകമായ അപാര കൃപയാൽ സ്വ അനുഭവങ്ങളിലൂടെ സാംശീകരിച്ച വേദവിജ്ഞാന ഉത്തമാംശമായ ഈ അതീവ രഹസ്യ പരമശിഷ്ടം അരുളി ചെയ്ത ദേവസുതനും അഖില മുനിശ്രേഷ്ഠരുടെ ആത്മീയ ആചാര്യനുമായ സുഖദേവ ഗോസ്വാമിയെ ഞാൻ സാദരം പ്രണമിക്കുന്നു. ഹരേ കൃഷ്ണ. ഇപ്പൊ നമ്മൾ ഇന്ന് എടുക്കാനുള്ള ശ്ലോകങ്ങൾ 4, 5, 6 അപ്പൊ അത് നമ്മൾ തന്നെ ശ്ലോകവും അതിന്റെ പദാനുപദ തർജ്ജമയും വിവർത്തനവും വായിക്കാം. ഇന്ന് ഓരോരുത്തരെ വിളിക്കാം. ശ്ലോകം ഇനിയുള്ളത് സബിതാ മാതാജിയിൽ ഉണ്ടോ? ഭാഗവതം ഉണ്ടോ? ഇല്ല, എൻ്റെ കയ്യിൽ ബുക്കില്ല. മാതാജി തിരിച്ചെത്തിയായിരുന്നോ? എത്തി പ്രഭു. തിരിച്ചെത്തിയായിരുന്നു. ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമോ നെറ്റിൽ നിന്ന്? ഇംഗ്ലീഷേ പറ്റുള്ളൂ മാതാജി. ഡൗൺലോഡ് അല്ല, വേദാബേസ്. വേദാബേസിലുണ്ട് ഇംഗ്ലീഷ്. ഓക്കെ. കൃഷ്ണകുമാരി മാതാജി 4-ാമത്തെ ശ്ലോകവും അതിന്റെ പ്രധാനപ്പെട്ട തർജ്ജമയും വിവർത്തനവും ഭാവാർത്ഥവും അതൊക്കെ നിർത്തി വേണം പോകാണ്ട്. വിവർത്തനം വരുന്നു, അല്ല ഭാവാർത്ഥം വരുന്നു. ഓക്കെ പ്രഭു. ഹരേ കൃഷ്ണ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമ ദേവി സരസ്വതീം വ്യാസം തതോ ജയമുദീരയത്. പദാനുവർത്തി. നാരായണം പരമദിവ്യോത്തമ പുരുഷൻ നമകൃത്യ സാദരം പ്രണയിച്ചതിനു ശേഷം നരം ച ഏവ നാരായണ ഋഷിയും നരോത്തമന്മാരിൽ ഉത്തമൻ ദേവി സരസ്വതി വിദ്യാദേവതയായ സരസ്വതി വ്യാസദേവൻ അതനുസരിച്ച് ജയം വിജയിക്കുക പരാജയപ്പെടുത്താൻ മാത്രം ഉദ്ദേശിച്ചുള്ള സർവ്വതും ഉദീരയത് വിളംബരം ചെയ്തിരിക്കും. വിവർത്തനം. ഭൗതികതയെ കീഴടക്കാനുള്ള ഭാഗവത പാരായണത്തിന് മുൻപ് ഒരാൾ പരമ ദിവ്യോത്തമ പുരുഷനായ നാരായണനെയും നരോത്തമനായ നരനാരായണ ഋഷിയെയും വിദ്യാദേവിയായ സരസ്വതി മാതാവിനെയും ശ്രീമദ് ഭാഗവത രചയിതാവായ ശ്രീല വ്യാസദേവനെയും സാദരം പ്രണമിക്കണം. ഭൗതിക അസ്തിത്വത്തിലെ ഇരുണ്ട തലങ്ങളെ കീഴടക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാകുന്നു സർവവേദങ്ങളും പുരാണങ്ങളും. ജീവാത്മാവ് സ്മരണാതീത കാലം മുതൽ ഭൗതിക ഇന്ദ്രിയ പൂരണത്തിന് അമിത ആവേശമുള്ളവനാകിയാൽ ഭഗവാനുമായുള്ള ബന്ധം വിസ്മരിച്ചിരിക്കുന്നു. ഭൗതിക ലോകത്തിൽ നിലനിൽപ്പിനായുള്ള അവന്റെ പോരാട്ടം ഒരിക്കലും അവസാനിക്കാത്തതാകുന്നു എന്ന് മാത്രമോ അവയിൽ നിന്നും സ്വതന്ത്രനാകാൻ ഉപായങ്ങളിലുള്ള സാധ്യമല്ല. നിലനിൽപ്പിനായുള്ള പോരാട്ടം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷം അവൻ ഭഗവാനുമായുള്ള ശാശ്വത ബന്ധം നിശ്ചയമായും പുനഃസ്ഥാപിക്കണം. അത്തരം നിവാരണ നടപടികൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വേദങ്ങൾ, പുരാണങ്ങൾ എന്നീ ധർമ്മശാസ്ത്രങ്ങളെ നിശ്ചയമായി അഭയം പ്രാപിക്കണം. മൂഢന്മാർ പുരാണങ്ങൾക്ക് വേദങ്ങളുമായി യാതൊരു ബന്ധവും ഇല്ലെന്ന് അഭിപ്രായപ്പെടും. എന്നാൽ പലതരക്കാരായ ജനങ്ങളെ ഉദ്ദേശിച്ചുള്ള വേദാനുബന്ധ വിശദീകരണങ്ങളാണ് പുരാണങ്ങൾ. എല്ലാ മനുഷ്യരും തുല്യരല്ല. സത്വഗുണപ്രധാനികളായ മനുഷ്യരുണ്ട്. എന്നാൽ ചിലർ രജോഗുണപ്രധാനികളും മറ്റു ചിലരാകട്ടെ തമോ ഗുണപ്രധാനികളുമാകുന്നു. നിലനിൽപ്പിനായിട്ടുള്ള പോരാട്ടത്തിൽ നിന്ന് മുക്തനാകാനും അങ്ങനെ അവരുടെ നഷ്ടപ്പെട്ട അവസ്ഥ ക്രമേണ വീണ്ടെടുക്കാനും ഏത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കും പ്രയോജനകരമാകും വിധം പുരാണങ്ങളെ വിഭജിച്ചിരിക്കുന്നു. പുരാണ പാരായണം നടത്തേണ്ടത് എപ്രകാരമായിരിക്കണമെന്ന് ശ്രീല സൂത ഗോസ്വാമി കാണിച്ചു തരുന്നു. വേദസാഹിത്യങ്ങളുടെയും പുരാണങ്ങളുടെയും പ്രഭാഷകനാകാൻ അഭിലഷിക്കുന്ന ഒരാൾ ഇവ പിന്തുടരേണ്ടതാണ്. ഭൗതിക പ്രതിബന്ധങ്ങളിൽ നിന്ന് ശാശ്വതമായി സ്വതന്ത്രരാകാൻ അഭിലഷിക്കുന്നവരെ സവിശേഷമായി ഉദ്ദേശിച്ചുള്ളതാകുന്ന പരിശുദ്ധ പുരാണമായ ശ്രീമദ് ഭാഗവതം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാം ശ്ലോകം മാത്രം രാധാ മാതാജി എന്ന് വായിച്ചു. ഹരേ കൃഷ്ണ. രാധാ മാതാജി ശ്ലോകം മാത്രം. അതോ 5, 4? ഹരേ കൃഷ്ണ പ്രഭുജി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം
ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. പൊന്നമ്മ മാതാജി. മാതാജിയെ പറ്റി വിവരമൊന്നുമില്ല. സബിത മാതാജി. ഹരേ കൃഷ്ണ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ മുദീരയേത്. ഹരേ കൃഷ്ണ. പത്മ മാതാജി. എന്റെ ഈ പുസ്തകം ഇല്ല പ്രഭുജി. കുഴപ്പമില്ല. ഭാഗവതം ഇല്ല എനിക്ക്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഹരേ കൃഷ്ണ. അപ്പം ഈ ശ്ലോകം കേട്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയം ഉണ്ടോ എനിക്കറിയില്ല. സാധാരണഗതിയിൽ നമ്മൾ ഏത് ഭാഗവതം ക്ലാസ് കേട്ട് കഴിഞ്ഞാലും ഈ ശ്ലോകം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. നാരായണം നമസ്കൃത്യം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നാരായണൻ അതെ. ഉണ്ട് പ്രഭു. ഇത് ഭാഗവതം പഠിപ്പിക്കുമ്പോ ഇത് പറഞ്ഞിട്ട് ഭാഗവത്തിലെ തന്നെ ആര് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തെ കാണ്ഡോയിലെ 2-ാമത്തെ അധ്യായത്തിലെ 4-ാമത്തെ ശ്ലോകമാണ് അത്. ഇത് എവിടെ നിന്നാണ് ഈ ശ്ലോകം, ഈ ധ്യാന ശ്ലോകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അത് നാരായണൻ നമസ്കൃത്യം, ഭഗവാനെ നാരായണനെ നമസ്കരിക്കുന്നു. നരൻ ചൈവ നരോത്തമൻ. അതെന്താണ്? നരനാരായണ ഋഷിയാണ് പറയുന്നത്. നരൻ ചൈവ നരോത്തമൻ. പിന്നെ എന്താണ്? ദേവി സരസ്വതിയും വ്യാസം. സരസ്വതി ദേവിയെ നമിക്കുന്നു. അതുപോലെ തന്നെ വ്യാസദേവനെ നമിക്കുന്നു. അപ്പൊ അതുപോലെ തന്നെ വ്യാസദേവനെ പ്രഭു ഇന്ന് വായിച്ചാൽ മതി പ്രഭു. എക്സ്പ്ലെയിൻ ചെയ്ത പ്രഭു അടുത്ത ക്ലാസ്സിലെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി പ്രഭു. ഇന്ന് പ്രഭു വർത്താനം പറയണ്ട അധികം. ഞാൻ ചെറുതായിട്ട് പറഞ്ഞിട്ട് നിർത്തിയേക്കാം. അധികം പറയുന്നില്ല. ഉറച്ചു പറയരുത്. അപ്പൊ അങ്ങനെ ഈ നമ്മളൊരു കാര്യം തുടങ്ങുന്നതിന് മുൻപേ നമ്മൾ ആചാര്യന്മാരെല്ലാം പ്രണമിക്കുന്നുണ്ടല്ലോ അല്ലേ? നമ്മള് രാമായണത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ഭാരതി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നിയണം കാലേ കാലേ ആരാതെ സലക്ഷ്മണം മേന്മേൽ മംഗലശീല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. വാണി ദേവിയുമൻ നാവിന്മേൽ നടനം ചെയ്യണാങ്കാനനി യഥാകാനനി ദിഗംബരൻ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ? അപ്പം സരസ്വതി ദേവിയാണ് വിദ്യാദേവത. വിദ്യാദേവതയുടെ കൃപയ്ക്കായിട്ടും ആദ്യം തന്നെ ആരെയാണ് പ്രാർത്ഥിക്കുന്നത്? നാരായണനെ. നാരായണനെ പറ്റിയാണല്ലോ ഈ പറയുന്നത് മുഴുവൻ. അപ്പം നാരായണന്റെ കൃപ വേണം. പിന്നെ എന്താണ്? നാരായണ ഋഷികള്. അത് ഭഗവാനും അർജുനനും കൂടി എടുത്ത അവതാരമാണ് നരനാരായണ ഋഷി. അതാണ് നരൻ ജൈവ നരോത്തമം. പിന്നെ ദേവിയും സരസ്വതിയും വ്യാസം. പിന്നെ എഴുതിയ വ്യാസദേവനെ വ്യാസദേവനെയും കൂടി നമസ്കരിച്ചിട്ടാണ് ഇത് തുടങ്ങുന്നത്. ഈ ഉത്തരം പറയാൻ തുടങ്ങിയ 6 ചോദ്യങ്ങൾ നമ്മൾ 1-ാം അധ്യായത്തിലെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണെന്ന് നമ്മൾ 1-ാമത്തെ ശ്ലോകത്തിൽ കണ്ടു. മാതാജി അത് ആ ശ്ലോകങ്ങളുടെയൊക്കെ നമ്പർ പറഞ്ഞ് നിങ്ങളെ കൊണ്ടൊക്കെ വായിപ്പിച്ചായിരുന്നു 1-ാമത്തെ അധ്യായത്തിൽ. അതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് നമ്മൾ പറയുന്ന നൈമിഷാരണ്യത്തിലെ അദ്ദേഹത്തിന്റെ പേര്, സുതഗോസ്വാമിയുടെ പേരെന്തായിരുന്നു? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ശരിക്കുള്ള പേര് രോമഹർഷന്റെ മകനായ ഉഗ്രശ്രവൻ എന്നാണ് പേര്. ഉഗ്രശ്രവൻ എന്നാണ്. രോമഹർഷനാണ് പിതാവ്, ഉഗ്രശ്രവൻ എന്നാണ് ഈ സൂര്യഗോസ്വാമിയുടെ ശരിക്കുള്ള ഭൗതികതയിലുള്ള പേര്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മള് വിദ്യാദേവതയായിട്ടുള്ള സരസ്വതി, നമ്മൾ സരസ്വതി നമസ്തുഭ്യം വരതിയെ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധർഭൗതിനീം സദാ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സരസ്വതി ദേവിയുടെ ഒരുപാട് കീർത്തനങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? മാണിക്യ വീണാം വിലാളേന്തി മദാലസ മഞ്ജുള വാഗ്വിലാസ നീലദ്യുതി കോമളാംഗി സതതം വരാണി
ചതുർഭുജേ ചന്ദ്രകലാവതംസേ കുരോഞ്ജതേ കുങ്കുമരാഗശോണേ പൂത്രേഷു പാശാങ്കുശ പുഷ്പബാണ ഹസ്തേ നമസ്തേ ജഗദൈക മാതാ മാതാംബരദശ്യാമ മാതംഗീ മദശാലിനി കടാക്ഷയത് കല്യാണി കദംബവന വാസിനി ജയ മാതംഗതനേ ജയ നീലോത്പലപുരേ ജയ സംഗീതരസികേ ജയ ശീലാശുഭപ്രിയേ. പിന്നെ നമ്മള് വെള്ളപ്പളങ്ക് നിറമത്ത വിദഗ്ധരൂപി കള്ളം കമലത്തിൽ എഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളി വരും കണക്കിന് ഉള്ളത്തിൽ വന്ന് വിളയാട് സരസ്വതി. നമ്മളൊരു കാര്യം തുടങ്ങുമ്പോൾ നമുക്ക് വിദ്യാദേവതയുടെ ആ ഒരു സഹായം നമുക്ക് ആവശ്യമുണ്ടല്ലേ. കാര്യം ഭഗവാനെ പറ്റിയുള്ള കീർത്തനമായതുകൊണ്ട് തീർച്ചയായിട്ടും ഭഗവാനെ പറ്റിയുള്ള കാവ്യമായതുകൊണ്ട് മറ്റുള്ള ദേവീദേവന്മാരെല്ലാവരും സന്തോഷിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ അവരുടെയും കൂടി ആരുടെയും വിരോധമൊന്നും വെച്ചുകൊണ്ടല്ല നമ്മളൊരു കാര്യം തുടങ്ങുന്നത്. ഭഗവാനെ പറ്റി ആണെങ്കിൽ കൂടി ഗുരുവിൻ്റെയും ആചാര്യൻ്റെയും വിദ്യാദേവതയുടെയും കൃപയുണ്ടെങ്കിൽ അത് നന്നായിട്ട് എഴുതാനായിട്ട് പറ്റും. നമ്മൾ സാധാരണ രീതിയിൽ എഴുതാനായിട്ട് വിചാരിച്ചോ അതിനേക്കാളും നന്നായിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ടാണ് വിദ്യാദേവതയും കൂടി ഇവിടെ നമസ്കരിച്ചിട്ട് നമ്മൾ അങ്ങനെ വേണം നമ്മൾ തുടങ്ങാൻ വേണ്ടിയിട്ടല്ലേ. എന്ത് കാര്യവും തുടങ്ങുമ്പോൾ ഒരു നല്ലൊരു കൃതി എഴുതണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എല്ലാ പുരാണങ്ങളുടെയും കർത്താവായ വ്യാസദേവന്റെ കൃപ വേണം, ഭഗവാന്റെ ആരെപ്പറ്റി എഴുതാൻ പോകുന്ന അദ്ദേഹത്തിന്റെ കൃപ വേണം, അതുപോലെ തന്നെ വിദ്യാദേവതയായിട്ടുള്ള സരസ്വതിയുടെ കൃപ വേണം, നാരായണ ഋഷികളുടെ കൃപ വേണം. കാര്യം അവരും ഈ ഭാഗവതം പറഞ്ഞാണ്. നരനാരായണ ഋഷികളും ഈ ഭാഗവതം പറഞ്ഞത് ഒരുപാട് നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ട്, നരനാരായണ ഋഷികൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്താണ് സനൽകുമാര ഋഷികൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഭാഗവതം ഉപദേശിച്ചാണ്. അപ്പം അവരെ എല്ലാവരെയും അടങ്ങുന്നു. ഈ 3-4 പേരെ ഇവിടെ നമ്മൾ പ്രണമിച്ചോടുകൂടി ഈ പറയുന്ന ഭാഗവതം നേരത്തെ പറഞ്ഞ് എല്ലാ വ്യക്തികളുടെയും ഇവിടെ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു എന്നാണ് അതിൻ്റെ ഉദ്ദേശം. നരോത്തമൻ എന്ന് പറയുമ്പോൾ അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. ഇനി അടുത്ത ശ്ലോകം, 5-ാമത്തെ ശ്ലോകം, അത് രാധാമാതാജിയുടെ പുസ്തകത്തിന്റെ രാധാമാതാജി ആ ശ്ലോകം വായിക്കുക. അതിന്റെ പദാനുപത തർജ്ജമ, വിവർത്തനം, ഭാവാർത്ഥം എല്ലാം ഒന്ന് വായിച്ചു നോക്കാം. ഹരേ കൃഷ്ണ പ്രഭുജി. മുനയ സാധുപൃഷ്ടോഹം ഭവദ്ഭിർലോകമംഗളം യത്കൃത കൃഷ്ണ സംപ്രശ്നോ യേനാത്മസുപ്രസീദതി. മുനേഹ അല്ലയോ മുനിമാരെ, സാധു ഇത് ഉചിതമാകുന്നു. പൃഷ്ടോ ആരാഞ്ഞു, അഹം ഞാൻ, ഭഗവദ്ഭിഹി നിങ്ങളെല്ലാവരാലും, ലോകം മംഗളം യത് ആകയാൽ, കൃതഃ നിർമ്മിച്ചു, കൃഷ്ണ പരമദിവ്യോത്തമ പുരുഷൻ, സംപ്രശ്നഃ ഉത്തമാന്വേഷണങ്ങൾ, യേന അതനുസരിച്ച്, ആത്മാവ്, സുപ്രസീദതി പൂർണ്ണ പ്രസന്നനായി. വിവർത്തനം. അല്ലയോ മുനിമാരെ, നിങ്ങൾ എന്നോട് ആരാഞ്ഞവയൊക്കെ ഭഗവത് സംബന്ധിയാകയാൽ മൂല്യമുള്ളവയാകുന്നുവെന്നു മാത്രമല്ല, അവയൊക്കെ ലോകക്ഷേമ സാങ്കത്യമുള്ളവയുമാകുന്നു. ഇവണ്ണമുള്ള അന്വേഷണങ്ങൾക്കു മാത്രമേ ആത്മാവിനെ പൂർണ്ണ തൃപ്തനാക്കാൻ സാധ്യമാകുകയുള്ളൂ. ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതം നിരപേക്ഷ സത്യം ഏതെന്ന് അറിയിക്കുന്നുവെന്ന് മുൻപ് തന്നെ പറഞ്ഞിരിക്കയാൽ നൈമിഷാരണ്യത്തിലെ മുനിമാരുടെ അന്വേഷണങ്ങൾ ഉചിതവും നീതിയുക്തവുമാകുന്നു. എന്തെന്നാൽ അവയൊക്കെ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ചവയാണ്. ഭഗവത്ഗീതയിൽ 15:15 സർവവേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെയെന്ന് അരുളി ചെയ്യുന്നു. സർവവേദങ്ങളും ശ്രീകൃഷ്ണ ഭഗവാൻ ആരെന്ന അന്വേഷണ വ്യഗ്രയുണ്ടാക്കുന്നവയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് പരമദിവ്യോത്തമ പുരുഷൻ അരുളി ചെയ്യുന്നു. ആകയാൽ അഖില വേദ പഠനങ്ങളുടെയും രത്നച്ചുരുക്കം കൃഷ്ണ ഭഗവാനെ സംബന്ധിക്കുന്ന അന്വേഷണങ്ങളാണ്. ലോകം മുഴുവൻ ചോദ്യോത്തരങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ചോദ്യോത്തരങ്ങളിൽ പക്ഷികളും മൃഗങ്ങളും മനുഷ്യരുമെല്ലാം
വ്യാപൃതരായിരിക്കുന്നു. പ്രഭാതത്തിൽ കൂട്ടിലെ പക്ഷികൾ ചോദ്യോത്തരങ്ങളിൽ മുഴുകുന്നു. അതുപോലെ സായാഹ്നത്തിൽ മടങ്ങിയെത്തുന്ന അതേ പക്ഷികൾ ചോദ്യോത്തരങ്ങളിൽ വ്യഗ്രരാകുന്നു. മനുഷ്യരും രാത്രിയിൽ ഗാഠനിദ്രയിലല്ലാത്ത പക്ഷം ചോദ്യോത്തരങ്ങളിൽ വ്യാപരിക്കുന്നു. ചന്തയിലെ വ്യാപാരികൾ ചോദ്യോത്തരങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നു. അതേപോലെ അഭിഭാഷകരും. പാഠശാലയിലെയും കലാശാലയിലെയും വിദ്യാർത്ഥികളും അന്വേഷണ നിഗമനങ്ങളിൽ സദാ വ്യാപൃതരായിരിക്കുന്നു. പാർലമെന്റിലെ ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും പത്രപ്രതിനിധികളുമൊക്കെ ചോദ്യോത്തരങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അത്തരം അന്വേഷണങ്ങളും പ്രത്യുത്തരങ്ങളും ജീവിതത്തിലുടനീളം വ്യാപരിക്കുന്നുണ്ടെങ്കിലും അവർ ഒരിക്കലും സംതൃപ്തരാകുന്നില്ല. കൃഷ്ണസംബന്ധ വിഷയങ്ങളിൽ അനുയോജ്യമായ വണ്ണം ഉത്തരം ലഭിക്കുക വഴി മാത്രമേ ആത്മസംതൃപ്തി പ്രാപ്തമാകുകയുള്ളൂ. കൃഷ്ണൻ നമ്മുടെ ഉറ്റ സുഹൃത്തും യജമാനനും പുത്രനും പ്രേമഭാജനവുമൊക്കെയാണ്. കൃഷ്ണനെ വിസ്മരിക്കയാൽ സമാധാനമുണ്ടാക്കേണ്ടതായ നിരവധി പ്രശ്നങ്ങൾ നാം സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് മാത്രമല്ല, അവയ്ക്കൊന്നും തന്നെ നമുക്ക് പൂർണ്ണ പോംവഴി കണ്ടെത്തുവാനാകുന്നില്ല. കൃഷ്ണൻ ഒഴികെയുള്ള സർവ്വതും താൽക്കാലിക തൃപ്തി മാത്രമേ നൽകുന്നുള്ളൂ. ആകയാൽ പരിപൂർണ സംതൃപ്തിക്കായി നാം കൃഷ്ണസംബന്ധ അന്വേഷണ നിഗമനങ്ങളിൽ വ്യാപൃതരാകണം. ചോദ്യങ്ങളില്ലാതെ, പ്രത്യുത്തരമില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കുക നമുക്ക് സാധ്യമല്ല. കൃഷ്ണസംബന്ധ ചോദ്യോത്തരങ്ങളാൽ സമ്പൂർണമാണ് ശ്രീമദ് ഭാഗവതം. മാത്രവുമല്ല, ഈ അതീന്ദ്രിയ സാഹിത്യം വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഉത്തുംഗമായ സംതൃപ്തി ലഭിക്കുന്നു. ശ്രീമദ് ഭാഗവതാഭ്യാസനം നിശ്ചയമായും നടത്തേണ്ടതും അങ്ങനെ സാമൂഹ്യ രാഷ്ട്രീയ മതസംബന്ധമായ സമസ്ത പ്രശ്നങ്ങൾക്കും പരിപൂർണ പരിഹാരം ഉണ്ടാക്കേണ്ടതുമാകുന്നു. ശ്രീമദ് ഭാഗവതവും ശ്രീകൃഷ്ണനും ചരാചരങ്ങളുടെയും രത്നച്ചുരുക്കമാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇനി ആ ശ്ലോകം ബാക്കി എല്ലാവരും ശ്ലോകം മാത്രം വായിക്കുക. ഒരു സവിതാ മാതാജി. പ്രഭു ഇംഗ്ലീഷിലായതുകൊണ്ട് തെറ്റുണ്ടോന്നറിയില്ല. ഹരേ കൃഷ്ണ. മുന്യസാധു പ്രസ്തോഹം ഭവദ്ഭിർലോകമംഗളം യത്കീർത്ത കൃഷ്ണ സംപ്രശ്നോ എന്നാത്മാ സുപ്രസിദാതി മാതാജി ഒരു കാര്യം ചെയ്താൽ മതി. വേദാഭ്യാസില്ലേ, വേദാഭ്യാസിൽ നിന്ന് എടുത്തിട്ട് അത് മലയാളത്തിലേക്കുള്ള കൺവേർഷൻ്റെ ഇതുണ്ട്, അതിലടിച്ചിട്ട് മലയാളത്തിലാക്കി മൊബൈലിലോ ലാപ്ടോപ്പിലോ അങ്ങനെ അത് ചെയ്ത് വെച്ചാൽ മതി. എൻ്റെ അർത്ഥവും മലയാളത്തിലേക്ക് കൺവേർഷൻ ഉണ്ട്, ട്രാൻസ്ലേറ്റ് മലയാളം എന്ന് അങ്ങനെയൊക്കെ അടിച്ച ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിനകത്തേക്ക് അടിച്ചിട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ എളുപ്പമാകും. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പം ഉണ്ടാകും. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. മുനിയാ സാധു പൃഷ്ടോഹം ഭവത്കൃലോകമംഗളം യത്കൃതാ കൃഷ്ണ സംപ്രശ്നോ ഏനാത്മ സുപ്രസീദതി. ഹരേ കൃഷ്ണ. പത്മ മാതാജി. ഹരേ കൃഷ്ണ. മുനയസാധു പൃഷ്ടോഹം പവത്തിർലോകമംഗളം യത്കൃത കൃഷ്ണ സംപ്രശ്നോ യേനാത്മാ സുപ്രസീദതി. ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് കണ്ടതെന്ന് ഞാൻ വളരെ ചുരുക്കി പറയാം. നമ്മൾ ഭാവാർത്ഥം വായിച്ചപ്പോൾ എന്താ മനസ്സിലാക്കിയത്, നമ്മൾ ഭഗവാനെ പറ്റിയുള്ള കാര്യങ്ങളാണ് ചോദിച്ചതല്ലേ. അപ്പം അതുകൊണ്ട് ഉത്തരം പറയാനായിട്ടുള്ള ആൾക്ക് വളരെയധികം സന്തോഷമുണ്ടായി. കാര്യം നമ്മൾ സാധാരണഗതിയിലാണെങ്കിൽ തന്നെയും നമ്മളെല്ലാവരും ചോദ്യോത്തരങ്ങളിൽ കൂടെയാണ്. ഒരു കുട്ടി ജനിച്ച് വരുമ്പോൾ അത് കഴിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അത് ചോദ്യമാണ് ചോദിക്കുന്നത്. ഇതെന്താണമ്മ, ഇതെങ്ങനെ, ഇതങ്ങനെ എന്താണ്, ഇതെന്ത് നമ്മൾ അത് ചെയ്യുന്നത്, ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ചോദ്യം ചോദിച്ചാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ സ്കൂളിൽ ചെല്ലുമ്പോൾ ടീച്ചർമാർ പഠിപ്പിക്കുമ്പോൾ ഓരോന്നും നമ്മൾ ഒരു പടത്തെ നോക്കി
ആപ്പിൾ ഇതാണ് ആപ്പിൾ, ഇത് A4 ആപ്പിൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ശരിക്കും പഴം കാണുമ്പോൾ അതാണല്ലോ പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് മനസ്സിലാകുന്നില്ല. A4 ആപ്പിൾ എന്ന് പറഞ്ഞൊരു പടം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പടം കണ്ട ആപ്പിളാന്ന് പറയും. ശരിക്കുള്ള ആപ്പിൾ കണ്ടു കഴിഞ്ഞാൽ അത് ഇത് ഒന്നാണെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. അപ്പം റിയാലിറ്റിയിൽ അതിനെ കാണുമ്പോഴാണ് നമുക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നത്. ഇതിങ്ങനെ 2 ഡയമെൻഷനുള്ള ഒരു സാധനമല്ല, 3 ഡയമെൻഷനുള്ള ഒരു സാധനമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ശരിക്കുള്ള ജ്ഞാനപ്പഴത്തെ പിഴുന്താൻ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ 3 ഡയമെൻഷനുള്ളതാണല്ലോ ശരിക്കുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ അത് ചോദ്യം ചോദിച്ച് തന്നെ മനസ്സിലാക്കണം. നമ്മൾ പടത്തിൽ ഒരു ആപ്പിളിനെ കണ്ടു കഴിഞ്ഞാൽ, ഒരു ആനയെ കണ്ടു കഴിഞ്ഞാൽ, ആന എന്താണ് ഇത്രയും ഒരു ചെറിയൊരു 10 സെന്റിമീറ്റർ നീളം വീതിയുള്ള സ്ഥലത്ത് ഒരു ആന ഒതുങ്ങും. ശരിക്കുള്ള ആന അത്ര സ്ഥലത്ത് ഒതുങ്ങുമോ? ഇല്ല. അപ്പം ഇവിടെ കണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ, പിക്ചറിൽ കണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ ആക്ച്വൽ റിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു പടത്തിൽ കാണുന്ന ആനയും റിയലായിട്ട് കാണുന്ന ആനയും തമ്മിലുള്ള വ്യത്യാസം പോലെ തന്നെ നമ്മൾ ഈ പറയുന്ന ചോദ്യ ഉത്തരത്തിൽ കൂടെ, ഇപ്പോൾ ഒരു ആനയുടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞില്ലേ, പടത്തിൽ കാണുന്ന ആന എത്രയോ ചെറുതാണ്, റിയലായിട്ടുള്ള ആന എത്രയോ വലുതാണ്. അതുപോലെ ഭഗവാനെ ഒരു ചോദ്യോത്തരത്തിൽ കൂടി ശരിക്കുള്ള ഭഗവാൻ എത്രത്തോളം, ഭഗവാന്റെ വൈഭവം അല്ലെങ്കിൽ ഭഗവാന്റെ മഹിമ എത്രത്തോളം വലുതാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ചോദ്യോത്തരങ്ങളിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചോദിക്കുന്ന ആൾക്ക് അറിയാനായിട്ടുള്ള ആഗ്രഹമുണ്ട് താനും, പറയുന്ന ആൾക്ക് അത് പറയാനായിട്ട് അതിഭയങ്കരമായിട്ടുള്ള ആഗ്രഹവും. അതായത് ഭഗവാനെ പറ്റിയുള്ള കാര്യമായതുകൊണ്ട് പറയുന്ന ആള് അത്ര ആഹ്ലാദത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, ആനന്ദത്തോടും കൂടിയാണ് പറയുന്നത്. ഹരേ കൃഷ്ണൻ. അടുത്ത ശ്ലോകം 6. കൃഷ്ണമാരി മാതാജി. സാ വൈ പുംസാംബരോ ധർമ്മോ യദോ ഭക്തിർ അദോക്ഷജേ അഹൈതുക്യ പ്രതിഹത യയാത്മാ സുപ്രസീദതി. ഹരേ കൃഷ്ണ. ബാക്കി ഇങ്ങോട്ട് വായിച്ചോളൂ. അതെ, വൈ നിശ്ചയമായും, പുംസ മനുഷ്യരാശിക്കായി, പരഹ ശ്രേഷ്ഠമായ, ധർമ്മം യഥഹ അതനുസരിച്ച്, ഭക്തിയുത സേവന, അദോക്ഷജ സർവാതിശായിയായതിലേക്ക്, അഹൈതുകമായ, അപ്രതിഹത പ്രതിബന്ധങ്ങളില്ലാത്ത അല്ലെങ്കിൽ നിർവിഘ്ന, അതിപ്രകാരം ആത്മാവ് സുപ്രസീദതി പരിപൂർണ സംതൃപ്തനായി. ഹരേ കൃഷ്ണ. വിവർത്തനം. സർവാതിശായിയായ ഭഗവത് ഭക്തിയുടെ സേവന പ്രാപ്തിയാണ് സർവസ്ഥ മനുഷ്യരാശിയുടെ പരമധർമ്മം. അത്തരം ഭക്തിയുടെ സേവനം നിശ്ചയമായും അഹൈതുകവും നിർവിഘ്നവും ആത്മാവിനെ പൂർണ്ണമായും സംതൃപ്തമാക്കുന്നതും ആയിരിക്കണം. നൈമിഷാരണ്യത്തിലെ ഋഷിമാരുടെ പ്രഥമ അന്വേഷണത്തിന് ഈ പ്രസ്താവനയിൽ ഉത്തരമേകുന്നു. വെളിപ്പെടുത്തപ്പെട്ട അഖില ധർമ്മശാസ്ത്രങ്ങളുടെ സംക്ഷേപം വിശദമാക്കുവാനും പതിതാത്മാക്കൾക്കും സാമാന്യ ജനങ്ങൾക്കും എളുപ്പത്തിൽ ഉൾക്കൊള്ളാനാവുന്ന സുപ്രധാന ഭാഗം അവതരിപ്പിക്കുവാനും ഋഷിമാർ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. മാനവർക്ക് 2 വ്യത്യസ്ത തരം കർമ്മങ്ങളാണ് അല്ലെങ്കിൽ ധർമ്മങ്ങളാണ് വേദങ്ങൾ നിർദ്ദേശിക്കുന്നത്. പ്രവൃത്തിമാർഗം അഥവാ ഇന്ദ്രിയ സംതൃപ്തി മാർഗവും പരിത്യാഗ അഥവാ സന്യാസ മാർഗവും. ഇന്ദ്രിയ സംതൃപ്തി മാർഗം അധമവും പരിത്യാഗ മാർഗം പരമകാരണ ഹേതുവുമാകയാൽ ഉന്നതവുമാണ്. ജീവാത്മാവിന്റെ ലൗകിക അസ്തിത്വം എന്നത് യഥാർത്ഥ ജീവിതത്തിന്റെ രോഗാവസ്ഥയാണ്. യഥാർത്ഥ ജീവിതം ആത്മീയ അസ്തിത്വമാകുന്നു. അവിടെ ജീവിതം ശാശ്വതവും പരമാനന്ദപൂർണവും വിജ്ഞാന സമ്പൂർണവുമാകുന്നു. ഭൗതിക അസ്തിത്വത്തിൽ ജീവിതം ക്ലേശഭരിതവും താൽക്കാലികവുമാകുന്നു. അവിടെ ആനന്ദമൊന്നുമില്ല. ദുരിതങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള വ്യഥാശ്രമവും താൽക്കാലിക ദുരിതശമനവും സന്തോഷമെന്ന് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു. ആകയാൽ അസ്ഥിരവും ക്ലേശഭരിതവുമായ പുരോഗമനപാത അധമമാകുന്നു. എന്നാൽ നിത്യവും പരമാനന്ദപൂർണവും അഭിജ്ഞാന സമ്പൂർണവുമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന പുരുഷ ഭക്തിയുത സേവന സവിശേഷ ധർമ്മമാകുന്നു. എന്നാലും ചിലപ്പോഴൊക്കെ നിലവാരമില്ലാത്ത കാര്യങ്ങളാൽ ഇതിൽ മാലിന്യം കലരാം. ദൃഷ്ടാന്തമായി ഭൗതിക ലാഭത്തിനാൽ സ്ഥിരീകരിക്കപ്പെടുന്ന ഭക്തിയുത സേവനം സർവസംഘ പരിത്യാഗ പുരോഗമന പാതയ്ക്ക് നിശ്ചയമായും വിഘ്നമാകുന്നു. ജീവിതത്തിന്റെ രോഗാതുരാവസ്ഥയിലെ സന്തോഷത്തെക്കാൾ
അല്ലെങ്കിൽ ഇന്ദ്രിയ ആസ്വാദനങ്ങളെക്കാൾ എന്തുകൊണ്ടും നല്ലത് പരമക്ഷേമത്തിനായുള്ള സർവസംഗ പരിത്യാഗമോ ഇന്ദ്രിയ നിഗ്രഹമോ ആണ്. അത്തരം ആസ്വാദനങ്ങൾ രോഗലക്ഷണങ്ങളെ വർദ്ധിപ്പിക്കുന്നു എന്ന് മാത്രമല്ല രോഗകാലാവധി നീട്ടുകയും ചെയ്യുന്നു. ആകയാൽ ഭഗവത്ഭക്തിയുടെ സേവനം പരിശുദ്ധമായിരിക്കണം. അതായത് ഭൗതിക ആസ്വാദന അഭിലാഷം ലവലേശം ഉണ്ടാവരുത്. ആകയാൽ അനാവശ്യമായ മോഹങ്ങളുടെയോ പരോദിഷ്ട കർമ്മങ്ങളുടെയോ ദാർശനിക ഊഹാഭോഗങ്ങളുടെയോ നേർത്ത മാലിന്യം പോലും കലരാത്ത സർവഗുണ സമ്പന്നമായ പരമധർമ്മമായ ഭക്തിയുത സേവനമാണ് സ്വീകരിക്കേണ്ടത്. ഭഗവത് സേവനമാകുന്ന ശാശ്വത ആനന്ദത്തിലേക്ക് നയിക്കപ്പെടുന്നതിനുള്ള ഏക മാർഗം ആണത്. ധർമ്മം എന്നാൽ ഒരാളുടെ അസ്തിത്വത്തെ പാലിക്കുന്നത് ഏതോ അത് എന്നർത്ഥമാകയാൽ ധർമ്മത്തെ ജീവനോപായമായി മനഃപൂർവ്വമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. പരമപുരുഷനായ കൃഷ്ണനുമായുള്ള ഒരുവന്റെ ശാശ്വത ബന്ധത്തെയും തന്റെ പ്രവർത്തനങ്ങളെയും സംയുക്തമാക്കുന്ന ഒന്നാകണം ഒരു ജീവാത്മാവിന്റെ അസ്തിത്വത്തിന്റെ നിലനിൽപ്പ്. ജീവാത്മാക്കളുടെ മുഖ്യ കേന്ദ്രം കൃഷ്ണനാകുന്നു. ജീവനുള്ള എല്ലാ ചരാചരങ്ങളിലും വെച്ച് സർവ ആകർഷകരും ജീവാത്മാക്കളിലും ശാശ്വതമായവയിലും വെച്ച് ശാശ്വതമായ രൂപമുള്ളവനുമാകുന്നു ശ്രീകൃഷ്ണൻ. ഓരോ ജീവാത്മാവിനും ആത്മീയ അസ്തിത്വത്തിൽ അതിൻ്റെതായ നിത്യസ്വരൂപം ഉണ്ടെന്ന് മാത്രമല്ല അവയ്ക്കെല്ലാം സ്വീകാര്യമായ ശാശ്വത ആകർഷണം കൃഷ്ണനാകുന്നു. കൃഷ്ണൻ സർവദാ പരിപൂർണനും മറ്റുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളുമാകുന്നു. അവിഭാജ്യ ഘടകവും കൃഷ്ണനും തമ്മിലുള്ള ബന്ധം സേവകനും സേവിക്കപ്പെടുന്നവരും തമ്മിലുള്ളതാകുന്നു. ഇത് ഭൗതിക അസ്തിത്വത്തിൽ തികച്ചും വ്യത്യസ്തമായ ഒരു അതീന്ദ്രിയ ബന്ധമാകുന്നു. സേവകനും സേവിതനും തമ്മിലുള്ള ഈ ബന്ധം ഗാഢ സൗഹൃദത്തിന്റെ അതീവ സുഖാവഹ രൂപമാകുന്നു. ഭക്തിയുത സേവനം വികാസം പ്രാപിക്കുന്നതോടൊപ്പം ഒരാൾ ഇത് മനസ്സിലാക്കുന്നു. ഭൗതിക അസ്തിത്വത്തിലെ നിലവിലുള്ള സോപാധിക അവസ്ഥയിലാണെങ്കിൽ തന്നെ അതീന്ദ്രിയ ഭഗവത് ഭക്തിയുത സേവനത്തിൽ നിശ്ചയമായി ഏവരും ഏർപ്പെടണം. അപ്രകാരമായാൽ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ചുള്ള സൂചന ക്രമേണ ഒരാൾക്ക് ലഭിക്കുകയും അവൻ പൂർണ്ണ സംതൃപ്തനാകുകയും ചെയ്യും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രാധാമാതാജി, സവിതാമാതാജി, പത്മാമാതാജി ആ ശ്ലോകം മാത്രമായിട്ടൊന്ന് വായിച്ചത്. ഹരേ കൃഷ്ണ. സവൈ പുംസാം പരോ ധർമ്മോ യതോ ഭക്തിർ അധോക്ഷജേ അഹൈതുക പ്രതിഹത യയാത്മാ സുപ്രസീദതി. ഹരേ കൃഷ്ണ. സ വൈ പുഷാ പരോ ധർമ്മോ യദോ ഭക്തിർ അധോക്ഷജേ അഹൈതുകി അപ്രതിഹത യയാത്മാ സുപ്രസീദതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പത്മാമാതാജി. ഹരേ കൃഷ്ണ. തവൈ പുംസാം പരോ ധർമ്മോ യദോ ഭക്തിരദോക്ഷജേ അഹൈതുക്യ പ്രതിഹതായാത്മാ സംപ്രസീദതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതായത് നമ്മൾ ശരിക്കും ചെയ്യേണ്ട ധർമ്മം എന്താണെന്ന് പറഞ്ഞാൽ ഭക്തിയുത സേവനമാണ്. ഒരു ജീവാത്മാവിൻ്റെ അവസ്ഥ എന്താണ്, ജീവാത്മാവ് ആരാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ വന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ശാശ്വത അംശമാണ് എന്ന് മനസ്സിലാക്കി ഞാനപ്പോൾ ഭഗവാന്റെ ധാമത്തിലായിരുന്നു. അപ്പോൾ അവിടത്തേക്ക് ഞാൻ തിരിച്ചു വരാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഡിവോഷണൽ സർവീസ് ചെയ്യണം, ഈ ഭക്തിയുത സേവനം ചെയ്യണം. അപ്പം അങ്ങനെ പരാധർമ്മം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് അതനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടുന്ന് പോകാനായിട്ട് പറ്റും, അല്ലേ? അപ്പം അങ്ങനെയുള്ള ആ ഭഗവാൻ, അത് പരമകാരുണികനായിട്ടുള്ള ആ ഭഗവാൻ ഇപ്പോഴും എല്ലാവരുടെയും എന്താണ് അഭ്യുതകാംക്ഷയുമാണ്, സുഹൃത്തുമാണെന്നൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടു. അപ്പം അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഈ പരധർമ്മം ചെയ്യണം. അതായത് ഭഗവാന് വേണ്ടിയിട്ടുള്ള കർമ്മം നമ്മൾ ചെയ്യണം. ഭക്തിയുത സേവനം, ഡിവോഷണൽ സർവീസസ് നമ്മൾ ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിച്ചിട്ട് നമ്മൾ എന്താണ് നമ്മളുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കി. എന്താണ് യഥാർത്ഥ സ്വരൂപം? നമ്മൾ യജമാനാണോ? അല്ല, നമ്മൾ യജമാനാണെന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കുന്നത്.
പക്ഷെ നമ്മളിപ്പോഴും ഭഗവാന്റെ സേവകരാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാന്റെ സേവകനാണ് എന്നുള്ള നമ്മളുടെ യഥാർത്ഥ സ്വരൂപം മനസ്സിലാക്കിയിട്ട് ഡിവോഷണൽ സർവീസസ് ചെയ്തിട്ട് നമുക്ക് ഭഗവാനിലേക്ക് എത്തിച്ചേരുക. അപ്പൊ ആ ആ പ്രവൃത്തി മാർഗത്തെ പറ്റിയൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് പ്രവൃത്തി മാർഗം ഇന്ദ്രിയ സംതൃപ്തി മാർഗമുണ്ട്, പരിത്യാഗ മാർഗമുണ്ട് അല്ലെ. അപ്പൊ പരിത്യാഗ മാർഗം എന്ന് പറഞ്ഞാൽ സന്യാസത്തിന്റെ മാർഗമാണല്ലേ. അപ്പൊ അതിനെപ്പറ്റി അവിടെ പറയുന്നുണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ പോയിരുന്നത് ശരിക്കും വായിച്ചോണം. ഞാൻ അതിലേക്ക് കൂടുതൽ കിടക്കുന്നില്ല. പിന്നെ ധർമ്മം എന്നാൽ ഒരാളുടെ അസ്തിത്വത്തെ പാലിക്കുന്നതാണെന്ന് പറയുന്നവിടെ പരമപുരുഷനായ കൃഷ്ണനുമായുള്ള ശാശ്വത ബന്ധത്തെ പറ്റി. ആ ശാശ്വത ബന്ധമാണെന്ന് നമ്മൾ പറഞ്ഞല്ലേ. നമ്മള് ഭഗവാന്റെ അംശമാണ്. മമൈവാംശ ജീവലോകി ജീവഭൂത സനാതന എന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഭഗവാൻ വിഭുവും നമ്മൾ അണുവുമാണ്. പിന്നെ എന്താണ് ജീവാത്മാവിന്റെ അസ്തിത്വത്തിന്റെ അല്ലെങ്കിൽ നിലനിൽപ്പ് മുഖ്യ കേന്ദ്രം എന്ന് പറഞ്ഞാൽ കൃഷ്ണനാണ്. കൃഷ്ണൻ സർവ ആകർഷകനുമാണ് അല്ലെ. അപ്പൊ കൃഷ്ണനുമായിട്ടുള്ള ശാശ്വത ബന്ധം മനസ്സിലാക്കി നമ്മള് കൃഷ്ണനിലേക്ക് തന്നെ എത്തിച്ചേരാനുള്ള മാർഗങ്ങളാണ് ഈ ശ്രീമദ് ഭാഗവതത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. ഇനിയപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ഉത്തരങ്ങൾ ആയിട്ട് നമുക്ക് കിട്ടണം. അത് ഇനി അടുത്ത നമ്മളിപ്പം ശരിക്കും 4, 5, 6 3 ശ്ലോകങ്ങൾ എടുത്തു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അന്ന് മനസ്സിലായ ഓരോ പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. ഹരേ കൃഷ്ണ. സംശയമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കിയ ഒരു പോയിന്റ് എന്തെങ്കിലും പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഭാവാർത്ഥത്തിൽ നിങ്ങൾക്ക് അടിവര ഇടുന്നതായിട്ട് തോന്നി എന്തെങ്കിലും പോയിന്റ്സ് കണ്ടെങ്കിൽ അത് പറയാം. ഹരേ കൃഷ്ണ. അപ്പൊ ഞാൻ മനസ്സിലാക്കിയതെന്ന് വെച്ചാല് ഇപ്പൊ 4ാമത്തെ ശ്ലോകത്തില് നമ്മള് ഇന്ന് ഭാഗവതം ഇതൊക്കെ നമ്മൾ പാരായണം ചെയ്യുന്നതിന് മുമ്പ് ആരെയൊക്കെ നമസ്കരിക്കണം എന്നതിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പൊ നാരായണ ഋഷിമാരെ, അതേപോലെ നാരദ മുനി, സരസ്വതി, വ്യാസദേവൻ എന്നിവരെല്ലാം നമസ്കരിച്ചിട്ട് വേണം നമ്മൾ ഇത് തുടങ്ങേണ്ടത് എന്നാണ് പറയുന്നത്. ആചാര്യ വന്ദനം പറയുന്ന ഒരു സംഭവം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ്. പിന്നെ 5ാമത്തെ ശ്ലോകത്തില് നമ്മൾ പറയുന്ന ആളോട് അങ്ങോട്ട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഭഗവാനെ കുറിച്ച് പറയുന്ന ആൾക്കും അതൊരു എന്താണ് പറഞ്ഞു തരാനും കൂടുതൽ അതെ ഒരു പ്രചോദനമാണ്. കേൾക്കുന്ന ആൾക്കും അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ശ്ലോകം 6 പറഞ്ഞത് എല്ലാ മനുഷ്യവർഗത്തിന്റെയും പരമമായ ധർമ്മം ഭഗവാനെ ഭക്തിപൂർവ്വം സേവിക്കുക എന്നതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരി കൃഷ്ണമാരി മാതാജി. ഭഗവാനെ സേവിക്കുന്നത് അകൗതുക നിർവിഘ്നവുമായ പൂർണ്ണ സമൃദ്ധിയോടുകൂടി വേണം നമ്മൾ ഭഗവാനെ സേവിക്കാൻ. ഹരേ കൃഷ്ണ. വേറെ എന്തെങ്കിലും പോയിന്റ് രാധാമാതാജി? രാധാമാതാജി കേൾക്കാമോ? ആദ്യത്തെ ശ്ലോകം വന്ദന ശ്ലോകം. നാരായണനെ, സരസ്വതി ദേവിയെയും വ്യാസദേവനെയും നമസ്കരിച്ചിട്ട്, അതുപോലെ ഗ്രന്ഥത്തെയും നമസ്കരിച്ചിട്ട് ആരംഭിക്കുന്നതെന്ന്. രണ്ടാമത്തെ കഥ പറയുന്നവരും കേൾക്കുന്നവരുടെയും മനസ്സിനെ പ്രസന്നമാക്കുന്നു എന്നുള്ളതും. മൂന്നാമത്തേത് ഇതിന്റെ ഉത്തരം, ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരവാണ് മൂന്നാമത്തെ. ആദ്യത്തെ ചോദ്യം സർവശാസ്ത്രപരമായി നിശ്ചയമായി ശാശ്വത ഫലത്തെ ജനിപ്പിക്കുന്ന ധർമ്മം എന്താകുന്നു എന്ന്. അതിന്റെ ഉത്തരം ശ്രീകൃഷ്ണ ഭഗവാനിൽ പരമമായ പരമധർമ്മം ഭക്തി, അതാണ് ഉത്തമധർമ്മം, പരമധർമ്മം എന്ന് പറയുന്നു. അതല്ലേ പ്രഭുജി? കൃഷ്ണനെ നമ്മള് ശ്രീകൃഷ്ണനെ ആരാധിക്കുക എന്നുള്ളതാണ് പരമമായ ധർമ്മം. അദ്ദേഹത്തിന് സർവീസ് ചെയ്യുക. അത് നമ്മള്
നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് സർവീസ് ചെയ്യും. അതാണ് ഇവിടെ നമ്മൾ അതെ. യജമാനാണ്, നമ്മൾ പ്രൗഢി കാണിച്ചുകൊണ്ട് അല്ല സർവീസ് ചെയ്യാണ്ട് പോകേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ദാസ്. ദാസാനുദാസാനുദാസ. ഭഗവാന്റെ ദാസന്മാരാണ് നമ്മളെന്നുള്ള ഒരു ഇതോടുകൂടി വേണം അതെ അതെ ആ ഭഗവാനെ അതായത് സേവിക്കും. അതെ അതെ ഭക്തി ഉണ്ടാകുമ്പോൾ മനസ്സ് രജസ് തമോ ഗുണമെല്ലാം വെടിഞ്ഞ് സത്വഗുണത്തെ മാത്രം അവലംബിക്കും. പരം അല്ലേ, ഭക്തിയാണ് വേണ്ടത്. ശ്രീകൃഷ്ണനിൽ പരമപ്രേമം, ഭക്തി എന്ന് പറയുന്ന പ്രേമം ശ്രീകൃഷ്ണനിൽ അതെ കൃഷ്ണ പ്രേമം. ഒന്നും ഇങ്ങോട്ട് ആഗ്രഹിക്കാതുള്ള പ്രേമം. അതെ, ഇങ്ങോട്ട് തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ നമ്മൾ ഭഗവാന്റെ സ്നേഹം കിട്ടുക എന്നുള്ള നമ്മുടെ ഒരു കാര്യം നോക്കണം അല്ലേ. ഭഗവാന്റെ സ്നേഹം അല്ല ഗോപികമാര് ഭഗവാന്റെ സന്തോഷം മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ അതെ. അല്ലേ. ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ള ആ പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയായിരുന്നു? ഗോപികമാരുടെ പറ്റി. അപ്പൊ അവര് എന്താണ്, അവര് ഈവൻ അവരുടെ ജീവിതം കളഞ്ഞിട്ട് വേണമെങ്കിലും അവരുടെ എല്ലാം ഉപേക്ഷിച്ചിട്ടാണെങ്കിലും ഭഗവാൻ സന്തോഷിക്കണം എന്ന് മാത്രമേ അതെ. ആഗ്രഹിച്ചിട്ടുള്ളൂ. അടുത്തത് പത്മമാതാജിക്ക് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ പറയാനായിട്ട്? എല്ലാവരും ഭഗവാന്റെ അംശമാണെന്നുള്ള ബോധത്തില് ഭക്തിയുടെ സേവനത്തിൽ മുഴുകണം. പറ്റുന്നിടത്തോളം ഇതുപോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കാൻ ശ്രമിക്കണം. ആ അത്രയും സത്സംഗം കിട്ടുന്ന അത്രയും നല്ലത്. ഉം. അതെ, സംസാരത്തിലൂടെ അങ്ങനെയുള്ള ഇതിലൂടെ കൂടുതൽ നമ്മള് കാര്യങ്ങൾ ചോദിച്ച് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കണം അല്ലേ. നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങള് നമ്മളിവിടെ കണ്ടതെല്ലാം ചോദ്യത്തിൽ കൂടെയായിരുന്നു അല്ലേ. ശ്രീമദ് ഭാഗവതം, രാമായണം, അങ്ങനെ പല ഗ്രന്ഥങ്ങളും എല്ലാം തന്നെ ചോദ്യോത്തരങ്ങളായിരുന്നു. ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തതും അങ്ങനെ ഭാഗവതം മുഴുവൻ ചോദ്യോത്തരാണ് അല്ലേ. അവിടെ മറ്റേ ഗണപതിക്ക് വ്യാസദേവൻ ഗണപതിക്ക് പറഞ്ഞു കൊടുത്ത് ഗണപതി എഴുതുമായിരുന്നു മഹാഭാരതം. പിന്നെ ഭഗവത്ഗീത വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്തായിരുന്നു, സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടായിരുന്നു. അപ്പൊ അതില് കൃഷ്ണൻ അർജുനൻ ഉപദേശിക്കുന്നതായിട്ട്. അപ്പൊ അങ്ങനെ പരസ്പരം ചോദ്യം ചോദിച്ച് മനസ്സിലാക്കി സംശയമില്ലാതെ മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ അല്ലേ. അപ്പൊ നമ്മൾക്ക് ഇവിടെ രണ്ടുപേര് തമ്മിൽ നടക്കുന്ന സംഭാഷണം വരുമ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കും പഠിക്കുന്ന ആൾക്കും എന്താണ്, സംശയലേശമന്യേ മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതാണ് ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത. അതായത് നമ്മൾക്ക് ഉരുത്തിരിഞ്ഞ് വരുന്ന സംശയങ്ങളൊക്കെ തന്നെ ചോദ്യകർത്താവ് ചോദിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ ഉത്തരം വരികയും ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളെ പോലെയുള്ള സാധകർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ചോദ്യോത്തര രീതിയിലേക്ക് ഇത് വന്നിരിക്കുന്നത്. നമ്മൾ സംശയലേശമന്യേ നമ്മൾ ഭഗവാനെ മനസ്സിലാക്കുക എന്നാണ് എൻ്റെ ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും റിയലൈസേഷൻ പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് നിർത്താം. രാധിക മാതാജി ഒന്നും കണ്ടില്ലല്ലോ. ആരും കണ്ടില്ല. ഞാനിത് പോസ്റ്റ് ഇട്ടത് ഞാൻ നോക്കിയിട്ട് ഈ ഗ്രൂപ്പിൽ കാണാനില്ലായിരുന്നു. എവിടെ പോയെന്ന് എനിക്കറിയാം. രാധിക മാതാജി പുസ്തകത്തിന്റെ കോപ്പി ഇടുന്നതായിരുന്നു, അത് നോക്കി ഞാൻ കുറച്ച് വായിക്കുന്നതായിരുന്നു. രാധിക മാതാജി ഇടുന്നല്ലേ. ആ മാതാജി കുറെ നാളായിട്ട് കാണുന്നില്ല. നാട്ടിലെങ്ങാണ്ട് വന്നിരിക്കാൻ തോന്നുന്നു. നാട്ടിൽ വരുമ്പോൾ മാതാജി കയറാറില്ല. അതെ അതെ, മാതാജി നാട്ടില. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കോപ്പി ചോദിച്ചിട്ടായിരുന്നു, ഫോട്ടോ അയച്ചു തരുമോന്ന് പറഞ്ഞിട്ട്. അപ്പൊ പറഞ്ഞു ബുക്ക് അവിടെ ബാംഗ്ലൂരിലാന്ന് പറഞ്ഞു. എനിക്ക് കാര്യം ഫോട്ടോ ഇടാം. എൻ്റെ ഭാഗവതം മുഴുവൻ അല്ല ഇളകിയായിരിക്കുന്നു, പഴയതാണ്. ഞാനൊരു മാതാജിയുടെ അടുക്കുന്ന മേടിച്ച. അപ്പം അങ്ങനെ കുറച്ച് രണ്ടുമൂന്ന് ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ പല പീസാകും. പിന്നെ ഞാൻ മാതാജിക്ക് പുതിയ ഭാഗവതം മേടിച്ചു കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ഓക്കെ. അപ്പം അതുകൊണ്ട് ഇനിയും വരും. അല്ലാത്ത മാത്രം നോക്കാം, പിന്നെ പറയുന്നത് കേൾക്കാം.
വേറെ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇന്നിപ്പോൾ ഗുരുപ്രഭു ആയിരുന്നു ക്ലാസ് എടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. ഗുരുപ്രഭു തിരുവനന്തപുരത്ത് ടെമ്പിളിൽ പൂജാരി നാട്ടിൽ പോയപ്പം ഗുരുപ്രഭുവിനെ പകരം പൂജാരിയായിട്ട് വിളിച്ചിരിക്കുകയാണ്. അത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ക്ലാസ് തുടങ്ങിയ പ്രഭു കയറിയില്ല. ഞാനപ്പോൾ വിളിച്ചപ്പോഴാണ് പ്രഭു ഇത് പറയുന്നത്. പ്രഭു അവിടെ തിരക്കായിരുന്നെന്ന് എനിക്ക് റിപ്ലൈ തരാൻ മറന്നുപോയി. അതുകൊണ്ട് പ്രഭു ക്ലാസ് എടുക്കും കൊണ്ട് വേറെ ആരെയും ഏൽപ്പിക്കാനും പറ്റിയില്ല. അങ്ങനെയാണ് സംഭവിച്ചത്. എനിക്കിന്ന് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇടയ്ക്ക് ഞാൻ വിട്ടുപോയി. അത് കാരണം ആദ്യമായിട്ട് ഒന്നും പറയാതെ തന്നെ ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് പറഞ്ഞ് ക്ലാസ് എടുക്കേണ്ടി വന്നു. നിങ്ങൾക്കൊക്കെ മനസ്സിലായി. എല്ലാവരും ഒന്ന് വായിച്ചൊക്കെ നോക്കുകയുള്ളവരൊക്കെ. അത് കൂടുതൽ എക്സ്പ്ലനേഷൻ തരാനായിട്ട് പറ്റിയില്ല. പ്രഭു ഒരു ജോലിക്ക് പോയി ജോലിക്ക് പോകുന്നുണ്ട്. അവിടെ ഓഫീസിൽ ചെന്നാൽ ഇതാണ് പ്രശ്നം. സംസാരിക്കാൻ പറ്റാതെ 3-4 ദിവസം ഒന്നും സംസാരിക്കാതെ ഇരുന്നു. ആംഗ്യമൊക്കെ കാണിച്ച് കഴിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ വെയിലും വരാൻ തുടങ്ങി ഇവിടെ. ഒരു മാസം മെഡിസിൻ ഒക്കെ കഴിഞ്ഞപ്പോൾ മാറുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം മഞ്ചാകൽപ്പത്തിലുപരിച്ച് കൃപാസന്ധിക്കവച്ച് പ്രധാന ഭാവം വൈഷ്ണവിക്കുന്ന എൻ്റെ കൂടി വൈഷ്ണവ ദിക്കിച്ച് वैष्णव जी का कीजिए।